നിവിൻ പോളിയുടെ കംബാക്ക് ഫൈനലി വന്നിരിക്കുകയാണ്. സർവം മായ. ഇതൊരു ഹൊറർ കോമഡി എന്റർടൈനർ ആണ്. ഹൊറർ എന്ന് വിചാരിക്കും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇതിൽ പേടിക്കാൻ ഒന്നും തന്നെ ഈ സിനിമയിലില്ല. ഇതൊരു അന്തിക്കാട് ഫാമിലിയുടെ തന്നെ അഖിൽ സത്യനാണ് സിനിമ എഴുതിയിരിക്കുന്നതും ഡയറക്ട് ചെയ്തിരിക്കുന്നതും എഡിറ്റ് ചെയ്തിരിക്കുന്നതും. അപ്പോൾ തന്നെ നിങ്ങൾ ഹൊറർ എന്ന് വിചാരിച്ച് പേടിക്കാൻ പോകുന്നതിന് തെറ്റാണ്. ഇതൊരു ക്യൂട്ട് ഫാമിലി എന്റർടൈനർ ആണ്. ഈ ഒരു സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ ഒരു അന്തിക്കാട് സിഗ്നേച്ചർ നമുക്ക് കാണാൻ പറ്റും. വളരെ റിലേറ്റബിൾ ആയ ക്യാരക്ടേഴ്സ്, അവരുടെ അതേപോലത്തെ കുറച്ച് കോൺവെർസേഷൻസ്, കോമഡി, അതേപോലത്തെ കുറച്ച് സിറ്റുവേഷൻസും, പിന്നെ കറക്റ്റ് രീതിയിലുള്ള ഇമോഷണൽ കണക്ഷനും. ഇതൊക്കെയാണ് സിനിമയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് എനിക്ക് തോന്നിയത്. വരണേ ആവശ്യമുണ്ട്, അതേപോലെ ഞാൻ പ്രകാശൻ, അതേ മോളുള്ളൊരു സിനിമ. അത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു സിനിമ അഖിൽ സത്യന് തന്നെ ഞാൻ പ്രകാശിന്റെ വേർഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. വേറൊരു യൂണിവേഴ്സ് നടക്കുന്ന ഒരു ഞാൻ പ്രകാശൻ. കറക്റ്റ് രീതി വളരെ നല്ലൊരു ഫാമിലി എന്റർടൈനർ. ക്രിസ്മസ് ടൈമിൽ തന്നെ കാണാൻ പറ്റിയ സിനിമ. ഒരു നിമിഷം പോലും നമുക്ക് ലാഗ് അടിക്കില്ല. പിന്നെ കമ്മിങ് ടു പെർഫോമൻസസ്, നിവിൻ പോളി എന്ത് രസമായിരുന്നു നിവിൻ പോളി സിനിമയിലെ കണ്ടിരിക്കാൻ തന്നെ. ഞാൻ മിസ് ചെയ്ത നിവിൻ പോളി എനിക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റി. കുറച്ച് ഓം ശാന്തി വശാന, കുറച്ച് പ്രേമം, അതേപോലത്തെ കുറച്ച് ഷെയ്ഡുകൾ നമുക്ക് കാണാൻ പറ്റി. അതിന്റെ പ്രത്യേക ഒരു ആശ്വാസം കൊണ്ടുവന്നു. കുറെ കാലങ്ങളായി ഈ ഒരു സംഭവം കണ്ടിട്ട് ഒരു ഫ്രഷ്നസ് ഫീൽ ചെയ്തിട്ട്. ഇതിനകത്ത് നിവിൻ പോളി ഭയങ്കര നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു കോമിക് ടൈമിങ്, ഫേഷ്യൽ എക്സ്പ്രഷൻസും, പിന്നെ വളരെ മെച്യൂർ ആയിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. കുറെ ക്ലൈമാക്സിലെ കുറെ പോർഷൻസിൽ. ഇതിൽ നിവിൻ തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മളെല്ലാം മിസ് ചെയ്ത നിവിൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അതിന്റെ ഒപ്പം തന്നെ ഈ സിനിമയിൽ ഞെട്ടിച്ച വേറൊരു ക്യാരക്ടറാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ആ വ്യക്തി ചിലപ്പോൾ അജു വർഗീസ് ആണെന്ന്. പക്ഷെ അല്ല, അജു വർഗീസ് അല്ല, റിയ ഷിബു പോളിയായിരുന്നു. കിടിലൻ. റിയ ഷിബു തമീൻസ് എന്ന മലയാളം ഇൻഡസ്ട്രിയുടെ തന്നെ മെയിൻ പ്രൊഡ്യൂസറിന്റെ മോളാണ്. ഷീസ് എ പ്രൊഡ്യൂസർ ആൻഡ് നൗ ഷീസ് എ ഡെബ്യൂ ആക്ടർ. ആൻഡ് ഒടുക്കത്തെ കേപ്പബിലിറ്റിയാണ്, നല്ല ആക്ടിങ് കേപ്പബിലിറ്റിയാണ് ഈ ഒറ്റ സിനിമയോട് തെളിയിച്ചിരിക്കുകയാണ്. ഭയങ്കര ഗ്രേസ്ഫുള്ളി, ഭയങ്കര ചിയർഫുള്ളി, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഈ സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. ഒരു നിമിഷം പോലും മോശം പ്രകടനം കാണിക്കാണ്ട് കറക്റ്റ് ലെങ്തിലാണ് ഈ സിനിമയിൽ, കറക്റ്റ് വേവ് ലെങ്തിലാണ് പെർഫോം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ മെയിൻ ഒരു സ്റ്റാർ തന്നെ റിയ ഷിബു തന്നെയായിരുന്നു. അതിനുശേഷമാണ് എനിക്ക് നിവിൻ പോളിയായിട്ട് എനിക്ക് തോന്നിയത്. ഏതായാലും രണ്ടുപേരും തകർത്തിട്ടുണ്ട്.